ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ചലഞ്ച് വീഡിയോ എന്തുകൊണ്ടെങ്കിലും പറയാം. നമ്മൾ മോസ്റ്റ് എക്സ്പെൻസീവ് ഫുഡ് ബ്രാൻഡ് ഇൻ ദ വേൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വെറും 5 ഫുഡ് ബ്രാൻഡേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പം ഈ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഏതാണ് തമ്മിൽ എന്നറിയാൻ വേണ്ടി പോകാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ KFC എടുക്കുന്നില്ല, ബട്ട് KFCയിലെ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതാണെന്നുള്ളത് നോക്കാം. റേറ്റിംഗ് ഇടാം. അപ്പോൾ എന്തായാലും നമ്മൾ 5 ഫുഡ് ബ്രാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ 5 ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഓരോയിടത്തും പോയിട്ട് അവിടുത്തെ ഏത് മീലാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏത് മീലാണെന്ന് എനിക്ക് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകമുണ്ട്. അപ്പം ഞാനും എൻ്റെ പൊണ്ടാട്ടയും എൻ്റെ ചെറുക്കനും കൂടി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഞം അടിക്കാൻ വേണ്ടി പോവാ. സോ മോസ്റ്റ് എക്സ്പെൻസീവ് ഫുഡ് ബ്രാൻഡ് ഇൻ ദ വേൾഡ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നു സബ്വേ. എൻ്റെ ഒരു ഫേവറേറ്റ് സാൻഡ്വിച്ച് ബ്രാൻഡാണ്. എൻ്റെ മാത്രമല്ല, വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സാൻഡ്വിച്ച് ബ്രാൻഡാണ് സബ്വേ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കസ്റ്റം ചെയ്യാനൊക്കെ പറ്റും സാൻഡ്വിച്ച്. എനിക്ക് ഞാൻ തന്നെ ഏറ്റവും ബെസ്റ്റ് സാൻഡ്വിച്ച് അവിടുത്തെ സാൻഡ്വിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഇത് 1965 അത്രയും പഴക്കമുള്ളൊരു ബ്രാൻഡാണ്. അന്നാണ് അവർ ഫോം ചെയ്തത്. ഇതിന്റെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു 17 വയസ്സുകാരൻ അവന്റെ കോളേജിന് ഫീസ് അടയ്ക്കാൻ ഇല്ലാഞ്ഞിട്ട് അവൻ തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. അത് ഫ്രെഡ് ഡെലൂക്ക എന്ന് പറഞ്ഞ ഒരു പയ്യൻ. ഓ, നമ്മളൊക്കെ ഫീസറൊക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് അങ്ങ് തുടങ്ങി. ഒരു ഫാമിലി ഫ്രണ്ടുമായിട്ട് ഡോക്ടർ പീറ്റർ ബക്ക് എന്ന് പറഞ്ഞൊരു ഫാമിലി ഒരു $1000 തുടങ്ങിയ ഒരു സംരംഭമാണ്. കോളേജ് ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം 37ഓളം അവർക്ക് 37,000 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് വേൾഡ് വൈഡില്. അവര് ആദ്യത്തെ 10 കൊല്ലം കൊണ്ട് 37 ഔട്ട്ലെറ്റ് അവർ അവിടെ തുടങ്ങി. ഇപ്പൊ 2025 വന്ന് നിൽക്കുമ്പോൾ 37,000 ഔട്ട്ലെറ്റ് 81 രാജ്യങ്ങളിലായിട്ട് അവര് ഹാൻഡിൽ ചെയ്തു. 2001 ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും അത്രയും അടിപൊളി ഒരു ടോപ്പ് ബ്രാൻഡാണ് സബ്വേ എന്ന് പറയുന്നത്. അവര് ഈ ഒരു കാലയളവിൽ കൊണ്ട് എന്തോരം വളർന്നു നോക്കി. ഇപ്പൊ അവരുടെ ടേൺ ഓവർ ഒക്കെ ഇവിടെ നിൽക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ ജീവനോടുണ്ടോ എന്തോ അറിയത്തില്ല. അതറിയാൻ പയ്യല്ലേ? അല്ല, കോളേജിന് ഫീസ് അടയ്ക്കാൻ തുടങ്ങിയതാ. പിന്നെ നമ്മള് കോളേജിൽ കെഞ്ചും ഫീസ് അടയ്ക്കാൻ വേണ്ടി അമ്മ എടുത്ത് പുള്ളി പോയി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഒക്കെ തുടങ്ങി. പിന്നെ കോളേജിൽ പഠിക്കണ്ടല്ലോ, പിന്നെ ഇതങ്ങ് നടത്തിക്കൊണ്ട് പോയാൽ പോരെ. അപ്പൊ എന്തായാലും ആ സ്റ്റോറിയുള്ള ആ സബ്വേയിലാണ് നമ്മളിത് പോവാൻ വേണ്ടി പോകുന്നത്. മോട്ടിവേഷണൽ സ്റ്റോറിയുള്ള സബ്വേ. അതെ, മോട്ടിവേഷൻ സ്റ്റോറിയുള്ള സബ്വേ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ് താഴെ കമന്റ് ചെയ്യണേ. സോ അമ്പൂട്ടറിന്റെ ഇവിടെ നിന്ന് കുളം കാണിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ, നമുക്ക് ഇവിടെ ഇറങ്ങാം. ഫസ്റ്റ് സബ്വേ. ബൈ ദ ബൈ ഗൈസ്, അമ്പൂട്ടൻ ഇവിടെ ബിസിയിലാണ്. ഭയങ്കര നിർബന്ധം. ഇപ്പം ഫുഡ് കാണുമ്പോഴത്തേക്ക് ഇനി എന്താവും അറിയത്തില്ല, ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഒരു ഗൈസ്, നമ്മൾ ഒരു ബ്രാൻഡ് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ചലഞ്ച് വീഡിയോസ് ചെയ്യുമ്പം ഒരു ബ്രാൻഡ് പ്രൊമോഷൻസും ചെയ്യത്തില്ല കേട്ടോ നമ്മള്. കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തപ്പോൾ ഓബൈ താമരയുടെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ബ്രാൻഡ് പ്രൊമോ. നിങ്ങൾ 2-3 കമന്റ്സ് ഞാൻ കണ്ട് നിങ്ങൾ പ്രൊമോഷൻ ആയിരിക്കും. 1 രൂപ തന്നിട്ടില്ല. നമ്മളെ കാശ് കൊടുത്ത് നമ്മൾ പോയി എടുത്തതാ. ഇല്ലെങ്കിൽ നമ്മൾ ഓബൈ താമര അമ്മ അണ്ടിപ്പരിപ്പ് അതിനെന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറയോ? അപ്പൊ എനിവേ അതൊന്നും പ്രൊമോഷൻസ് അല്ല, അത് മനസ്സിലാക്കുക. നമ്മൾ ഈ ചെയ്യുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് 1 രൂപ വാങ്ങുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ആ പൈസക്ക് വെറുത്തായില്ല എന്നുണ്ടെങ്കിൽ വെറുത്തായില്ല എന്ന് തന്നെ പറയും. സോ ദാറ്റ് ഇസ് ഒരു ചെറിയൊരു യെസ്, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സബ്വേ. ഗോ ഗോ ഗോ. നമുക്ക് ഇവിടെ അത്യാവശ്യം ദൂരമുണ്ട്. പട്ടത്ത് പോകണം. പട്ടത്താണ് സബ്വേ. ഗൈസ്, അപ്പൊ നമ്മളിതേ നമ്മുടെ ഫസ്റ്റ് ഷോപ്പായ സബ്വേയിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏത് ഫുഡ് ഐറ്റം ആണോ നോക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു കേട്ടോ. പാർക്കിംഗ് കുറവായിരുന്നു. സെക്യൂരിറ്റി കുറവ്, ആരുമില്ല ഷോപ്പിൽ. ഹായ്, ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടുത്തെ ഉള്ളതിലും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിക്കൻ ടിക്കയുടെ ഏതാ വരുന്നത് അവിടെ? ഓക്കെ, അപ്പോൾ ഇതെടുത്തോ. ചീസി ചിക്കൻ ടിക്ക. ഒരെണ്ണം മതി ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചീസി ചിക്കൻ ടിക്കയാണ്. എന്തുവാടാ നല്ല ഉറക്കമായിരുന്നേ. കാർ ഇറങ്ങിയപ്പോ ഉറങ്ങി. ഹേ ഗൈസ്, അപ്പോൾ സബ്വേന്ന് നമ്മൾ സെലക്ട് ചെയ്തത്
ചീസി ചിക്കൻ ടിക്കയാണ്. 589 രൂപയാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രൈസ്. അതാണ്. പക്ഷേ ഓഫറില്ല കേട്ടോ. ഞാൻ ആദ്യം ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കസ്റ്റം ചെയ്യുന്നതിന് എന്തിനും ഓഫറുള്ളൂ. പക്ഷെ അത് പ്രൈസ് കുറവാണ്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും ടോപ്പ് പ്രൈസിലുള്ള സാധനമാണ്. അപ്പം സബ്വേയിൽ ഒപ്പം ഉള്ളതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളതാണ്, പ്രൈസിൽ ടോപ്പായിട്ടുള്ളതാണ് അമ്പു. അപ്പം ഇപ്പം സബ്വേയിലുള്ളതിൽ ഏറ്റവും പ്രൈസ് കൂടിയത് നമ്മുടെ ചീസി ചിക്കൻ ടിക്ക. പിന്നെ ഇതിൻ്റെ തന്നെ ഇതും ഉണ്ട്, ലാമ്പും ഉണ്ട്. അതെല്ലാം ഒരേ വില തന്നെ. ലാമ്പ് ചിക്കൻ, പിന്നെ എനിക്ക് ലാമ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ പറഞ്ഞു. പക്ഷെ അതും 589, ഇതും 589. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഒരു നേരം ഒരാൾ എന്നെപ്പോലുള്ള ഒരാൾ കഴിക്കൂല. എനിക്ക് അത്ര ഫുഡ് ഇത്രയും ക്വാണ്ടിറ്റി ഒറ്റയടിക്കാൻ കഴിക്കൂല. പക്ഷെ നോക്ക് 589 രൂപയാണ്. അപ്പം പ്രൈസ് നമ്മുടെ ആദ്യത്തെ ബ്രാൻഡായ സബ്വേയിലെ ചിക്കൻ നല്ല ചീസി, നമുക്ക് പെരിപ്പെരിയുടെ തോന്നുന്നു സോസ്. നോക്കൂ, നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ. എന്നാ നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. അമ്പ് നോക്ക് വായി നോക്ക്. ഓക്കെ നല്ല ഫില്ലിങ്സ് ഉണ്ടല്ലേ. കിട്ടിയുടെ ഫില്ലിങ്സ് വെളി വെച്ച് ഉണ്ടാക്കുന്നേ നമുക്ക് കാണാല്ലേ. നല്ല ഫില്ലിങ്സ് കേട്ടോ ചിക്കന് നല്ല ഉണ്ട്. നോക്കത് ഓരോ പീസിനെ കാണാൻ നോക്കി. അത് ബ്രെഡ്, ഞാൻ ഗാർലിക് ബ്രെഡാണ് പറഞ്ഞത്. എനിക്ക് ഗാർലിക് ബ്രെഡ് ഇഷ്ടം. അതുപോലെ ഓരോ നമ്മുടെ ഔട്ട്ലെറ്റിന്റെ ക്ലീൻനെസ്സും എല്ലാം കൊള്ളാം. ആരും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ ക്ലീൻ ആണ്. സബ്വേ ക്ലിക്കായതിനും വലിയ അത്ഭുതമൊന്നുമില്ല. നല്ല ഫുഡാണ്. ടേസ്റ്റ് ചെയ്യുന്ന ഈ സാറിന് കൊടുക്കട്ടെ, അതൊന്നും ഉണ്ടായിരിക്കും. നല്ല ഗ്രേവി ഉണ്ടല്ലേ. കറക്റ്റ് ഇങ്ങനെ കൈ പിടിക്കാം. ഇവിടുന്ന് വീഴുന്നു. ഇപ്പൊ താഴെ വീടായിരുന്നു. അങ്ങനുണ്ട്. നല്ല ഫ്ലേവർ അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനം. എനിക്ക് ഒന്നും പറയില്ല കേട്ടോ. നല്ല. അപ്പം നിങ്ങൾ സബ്വേന്ന് നമ്മുടെ ഈ ചീസി ചിക്കൻ ടിക്ക ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. 500 രൂപയുണ്ട്. ഒരു രൂപ കഴി. ജയിന്റ് കേട്ടോ, ജയിന്റ് സാധനം കേട്ടോ. പിന്നെ 589 രൂപയ്ക്ക് സാധനം ഇത്ര വേണമല്ലോ. അടിപൊളി. അപ്രൂവ്ഡ്. റേറ്റ് ചെയ്യും. ഔട്ട് ഓഫ് 10 ഞാൻ 10 കൊടുക്കും. എനിക്കൊന്നും പറയല്ല, ഒരു കുറ്റം പറയല്ല. 10-ന് 10. പാർക്കിംഗ് സെക്യൂരിറ്റി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. അല്ല, ഫുഡ് 10 അല്ലേ. അപ്പം സബ്വേ 10-ൽ 10 വാങ്ങിച്ചിരിക്കുകയാണ്. ലൈക്ക് ഇറ്റ് സീരിയസ്ലി. തുടക്കം ഗംഭീരമായി. നമ്മൾ വേറെ എവിടെയും പോവാതെ ആദ്യം സബ്വേ വന്ന് നന്നായി. അപ്പം നമ്മുടെ 17-ാം വയസ്സിൽ കോളേജൊക്കെ പാസ്സായി കാണും. പിന്നെ അന്ന് പഠിക്കാൻ പോവാതെ അന്ന് ചിലപ്പോൾ നീ ഒരു കാര്യം ആലോചിച്ചാണ്. അന്ന് പൈസ ഉണ്ടായിരുന്നേ പുള്ളി ഇതുകൊണ്ട് എത്തത്തില്ലായിരുന്നു. അന്ന് പൈസ ഇല്ലാത്തല്ലേ. സത്യം. ഒരു ഡൗട്ടാണ്, നമുക്ക് ഇതിന് മുമ്പ് ഒരു ജന്മം ഉണ്ടായിട്ടില്ലായിരിക്കുമല്ലോ. ഉണ്ടാവുമായിരിക്കുമല്ലോ. മുൻജന്മം എന്ന് പറയുന്ന സാധനം ചിലര് വിശ്വസിക്കും, എനിക്കറിയത്തില്ല. അപ്പൊ ആ ജന്മത്തിലേ ചിലപ്പോൾ നമ്മള് ഒരു മഹാന്മാരായിട്ടാണ് കാണത്തില്ല പലരും മരിച്ച ആൾക്കാർ. ചിലപ്പോൾ അവരായിരിക്കുമോ നമ്മള് തൊട്ട് മുമ്പത്തെ ജന്മത്തില് ഐ വാസ് എ ബുദ്ധിസ്റ്റ് മോങ്ക്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ ജന്മത്തിലും ജനിച്ചിട്ട് അവരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ പഠിക്കുന്നു. ഓ ശരി. അപ്പൊ ഈ സബ്വേലായാലും ജീവനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളി ആയിരുന്നെങ്കിലും ഞാൻ ഇതൊന്ന് പിടിച്ചേ കുത്തിച്ചാകുന്നേ. ആ പുള്ളി ജീവനുണ്ടെങ്കിലോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ നീ നിന്റെ സാൻഡ്വിച്ച് തന്നെ തിന്നുന്ന പൈസ കൊടുക്കണ്ട. മൈ സബ്വേ പൈസ കൊടുത്തില്ലേ? അപ്പൊ നീ പറ നീയാണ് ഫ്രെഡ് ഡെലൂക്ക എന്ന് പറഞ്ഞ. അവർക്ക് അറിയാന്ന് അറിയത്തില്ല. അടി മാറ്റിട്ട് വരാം. സാധനം തീർന്നു കേട്ടോ. 589 രൂപയ്ക്ക് എനിക്കിത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നില്ല. കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ് ഗയ്സ്. രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഒരിടത്തുനിന്ന് ഇറങ്ങി നമുക്കിനി അടുത്തടുത്തോട്ട് പോവാം. അടുത്ത് നമ്മൾ പോകുന്നു പിസ്സ ഹട്ട്. ലെറ്റ്സ് ഗോ. ഓക്കേ.
ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പിസ്സ ഹട്ടിൽ. അപ്പോൾ സബ്വേന്ന് നേരെ നമ്മൾ പിസ്സ ഹട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഈ പിസ്സ ഹട്ടിൻ്റെ സ്റ്റോറിയും ഇതുപോലെ ഏകദേശം സെയിം ഒക്കെ തന്നെ. ഇത് 2 ബ്രദേഴ്സ് തുടങ്ങിയത്, ഡോണും ഫ്രാങ്കും എന്ന് പറഞ്ഞ 2 ബ്രദേഴ്സ്. അവരുടെ കുഞ്ഞിലെ തന്നെ തുടങ്ങി അവർ അമ്മയുടെ കയ്യിൽ നിന്ന് $600 വാങ്ങിക്കൊണ്ട് പോയി തുടങ്ങിയ ഒരു സംരംഭമാണ്. ഒരു പിസ്സ, ചെറിയൊരു പിസ്സേനെ തുടങ്ങിയതാണ്. ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നല്ലേ, നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നു. ഏട്ടൻ്റെ അങ്ങ് ക്യാമറയുടെ പുറകിൽ അങ്ങനെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സബ്വേ ആയാലും പിസ്സ ഹട്ട് ആയാലും 2 സ്റ്റോറിയും നമുക്ക് ഇച്ചിരി ഒരു മോട്ടിവേഷനാണല്ലേ. ഇന്നും പറഞ്ഞുകൊണ്ട് നാളെ അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി ഞാൻ ഇത് തുടങ്ങാൻ പോകുന്നവർ അങ്ങനെ അടിച്ചുകൊണ്ട് പോയേക്കല്ലേ. ഇതൊക്കെ ഇവർ മുന്നേ തുടങ്ങിയതാ 1958 ആലോചിച്ച് നോക്കണം. പക്ഷെ ഇപ്പോൾ സക്സസ്ഫുൾ ആയില്ലേ അല്ലേ. വേൾഡിൽ ഏറ്റവും നല്ല പിസ്സ കിട്ടുന്ന പിസ്സ ഹട്ടിന്നാണല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാ, ഇതാണല്ലേ ഈ പിസ്സയുടെ ഒരു കാണാൻ ഒരു ബ്യൂട്ടി. ചീസ് ഇങ്ങനെ വലിഞ്ഞു വരണം. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്, പുൽക്കൂടല്ല. ബ്രോ, ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പിസ്സ ഏതാ? ഏറ്റവും വില കൂടിയ പിസ്സ? അത് പിസ്സ നമുക്കില്ല പൊതിച്ചോറ് കണക്കില്ലേ, അവർക്കൊക്കെ പിസ്സയാണ് അവരുടെ മെയിൻ അല്ലേ. അതെല്ലാം ഈസി ടു ക്യാരി, ഓർഡർ ചെയ്തപ്പോഴും തിന്നാൻ വയറും നിറയും. പക്ക ജങ്ക് ഫുഡാണ് പിസ്സയില്ലേ. ചീസ് ഇവിടെ വരുന്നുണ്ടേ. ഇതൊരു ശീലമാക്കല്ലേ, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പിസ്സ ഏതാ? ഓക്കെ, അപ്പം അതിനകത്ത് ചിക്കൻ്റെ എടുത്തോ. അപ്പം അത് തന്നെ എടുത്തോ. നമ്മളതിൻ്റെ പേരെന്ത് വരുന്നു? ട്രിപ്പിൾ ചിക്കൻ ഫീസ്റ്റ്. തിന്നായിരിക്കും ഭയങ്കര, എന്ന് വെച്ചാൽ അതിൻ്റെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ ചിക്കൻ ഫീസ്റ്റ് അല്ലേ. അതാണ് ഇവിടുത്തെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. വില വരുന്നത് 919. അടിപൊളി. 916 എന്നൊക്കെ പറയുന്നത് 919. അപ്പോൾ വെയിറ്റ് ചെയ്യാം. എനിക്ക് വേറൊരു മോട്ടിവേഷൻ തോന്നുന്നതേ, ഇവരൊന്നും പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് ഉണ്ടെന്നല്ല, ചുമ്മാ അങ്ങ് തുടങ്ങിയതാ. പിന്നെ ചുമ്മാ തുടങ്ങിയ പോരാ, നല്ല ഫുഡ് കൊടുത്തത് കൊണ്ടാണ് നല്ല ആൾക്കാർ വന്നത്. അല്ല അതെ, അന്നൊരു ചെറിയ കട ആയതുകൊണ്ട് അവർ പിസ്സ ഹട്ട് എന്ന് പേരിട്ട്. ഹട്ട് അങ്ങനെ ചെറിയൊരു ഷോപ്പായിരുന്നു. പേര് മാറ്റിയില്ല, അത് തന്നെ ബ്രാൻഡായില്ലേ. പിച്ച തന്നെ വണ്ടിയാണ് പിച്ച. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ സബ്വേ കാട്ടി ഇപ്പം മുന്നിൽ നിൽക്കുന്നത് പിസ്സ ഹട്ടാണ്. പിന്നെ സബ്വേ പൊട്ടിച്ചല്ലോ. സബ്വേയിലെ ഏറ്റവും വില കൂടിയത് 589 രൂപയുടെ സാൻഡ്വിച്ചാണ്. പക്ഷേ ഇവിടെ ഉള്ളതിൽ പിസ്സയിൽ ഏറ്റവും വലിയത് 919 രൂപ. അത് ഇൻക്ലൂഡിങ് ടാക്സ് ആട്ടോ, നമ്മൾ ടാക്സ് ഉൾപ്പെടെ കൂടുന്നത്. അപ്പം ഇപ്പം ഒന്നാമത് നിൽക്കുന്നത് പിസ്സ ഹട്ടാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ബ്രാൻഡ് കേൾക്കുമ്പോൾ ഏതായിരിക്കും വിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നീ ഇതൊക്കെ കാണിക്കുന്ന അവിടുത്തെ ഡോണും ഫ്രാങ്കിലിനും പറഞ്ഞ നിന്നെ അറിയോ അവന്മാരെടുത്തിട്ട് ചിരിക്കുന്ന ഇവിടെ ഒന്ന് ഇമാതിരി കുരുത്തല്ലേ. മുന്നേ അങ്ങ് കെട്ടിയിരിക്കുക. എന്ത് വേണം? ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ, കാലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. അവന്റെ അക്രമം കാരണം താണ്ട പ്ലേറ്റ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുക. ചിരിക്കുന്നു. ഓർഡർ ഓടുന്നു. അവിടെ ഒരു നിബിളം കുട്ടി എടാ, വേണ്ട നിബിളം കുട്ടി ഞാൻ കുടിക്കും. വേണ്ടേ, തന്തേക്കാ മോശം അല്ല, കുഞ്ഞിനേക്കാ മോശം തന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ചിക്കൻ ഫീസ്റ്റ്, ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, പിന്നെ ഓണിയൻ, ക്യാപ്സിക്കം, ചീസ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ഭയങ്കര തിന്നാണ്. സാധാരണ നമ്മൾ മടുക്കും മറ്റേത്. ഇത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് പ്രൈസ് കൂടുതൽ. കാരണം മാവിൻ്റെ കനം കുറവും അതിനകത്ത് ക്വാണ്ടിറ്റി ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ക്വാണ്ടിറ്റി കൂടുതൽ, ചീസൊക്കെ കൂടുതലായിരിക്കും.
കനം ഭയങ്കര കുറവാണ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും തിന്നായിട്ടുള്ള പിസ്സ കഴിക്കുന്നത്. ചിക്കൻ ടിക്ക ഫീസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ്. അടിപൊളി. പക്ഷേ ഓപ്പൺ ആയിട്ടേ പറയണേ, എനിക്ക് PVR പിസ്സ ഇഷ്ടപ്പെട്ടോ ഇതിലും. PVR എന്തോ വേറെ ടേസ്റ്റ്. എനിക്ക് അവിടുത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാണോ എന്തോ. ഫ്ലേവറോ ഉണ്ട്, പക്ഷെ എന്തോ ഒരു സബ്വേയിൽ അതാണോ ഇതാണോ ഉള്ളത്? അത് പിസ്സ സാൻഡ്വിച്ച് ഇല്ല. എനിക്ക് സബ്വേ ഇഷ്ടപ്പെട്ടു. സബ്വേ ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു സാധനം മിസ്സിങ് പോലെ, എന്തോ ഒരു ഫ്ലേവർ മിസ്സിങ്. ഇനി അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നോക്കി, ഇനി അതിന്റെ മിസ്സിങ് ആണോ? ചില്ലി ഫ്ലേക്സ് അല്ലേ? കുറച്ചുകൂടി സ്പൈസി ആവുന്നേ ഉള്ളൂ. ഇച്ചിരി ടൊമാറ്റോ കച്ചപ്പ് ഒഴിക്കാം. നാലും വരാനുണ്ടല്ലേ. പാടില്ല, ഈ റൗണ്ട് സാധനം ഇതൊരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. ഇതൊന്നും സാധനം ഇതിൻ്റെ സാധനം ടേസ്റ്റ് ഇല്ലാത്ത. പക്ഷേ ഇത് ഈ ചിക്കൻ ഉണ്ട്, ഇത് ടേസ്റ്റ് ഉണ്ട്. ഈ സാധനം കണ്ടോ, ഇത് ടേസ്റ്റ് ഉണ്ട് കണ്ടോ. ചിക്കൻ അല്ലാതെ അരിഞ്ഞിട്ടേക്കുന്നുണ്ടോ, അത് ടേസ്റ്റ് ഉണ്ട്. മറ്റേത് പക്ഷെ കൂടുതലും അതാണ്. കൂടുതലും അത് ഈ സാധനം ടേസ്റ്റ് അത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് മാർക്ക് പറയാം കേട്ടോ. ഒട്ടും കട്ടിയില്ല കേട്ടോ സാധനം തിന്നാ. പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ട്, ചിക്കൻ ആയാലും എല്ലാം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഇച്ചിരി കുറവാണ്. ഫ്ലേവർ എന്തോ ഒരു മിസ്സിങ് സാധനം. അതെ, എന്തോ ഒരു എവിടെയോ എന്തോ സാധനം മിസ്സിങ്. ഇതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ സാധനം. അപ്പൊ അത് ടോപ്പിനുള്ള. സോ 10 ഔട്ട് ഓഫ് 10 എത്ര മുതലേ 5. കാരണം ഇത് 900 രൂപയാണ്. മാവില്ല, ടേസ്റ്റും ഒരു ഫ്ലേവർ കുറവ്, അതുകൊണ്ട് 5 കൊടുക്കുന്നു കേട്ടോ. സോ ഇപ്പം നമ്മൾ പ്രൈസ് കൂടിയത് ഇതാകട്ടെ. ടേസ്റ്റ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സബ്വേ ആണ്. ഓക്കെ, കഴിക്കുക. അടുത്ത ഷോപ്പ് എത്തിച്ച് വരാം. ഭയങ്കര ക്രിസ്പി ആട്ടോ സാധനം. പപ്പടം പോലെ പൊടിയും. ഫുഡ് ഫിനിഷർ മുരുകൻ, യു ക്യാൻ ഡു. പക്ഷെ ഇത് മടുക്കൂല കേട്ടോ. ഇത് നോർമൽ പിസ്സ നമ്മൾ എപ്പോഴും മടുത്തേ. പക്ഷെ ഇതിന് ചീസും കുറവാണ്, മാവും കുറവാണ്, ചിക്കൻ ആൻഡ് ക്യാപ്സിക്കം ആണ് കൂടുതൽ. പിന്നെ സോസേജിന്റെ ഫ്ലേവറാണ് ഏറ്റവും എടുത്തിരിക്കുന്നത്. 3 പിസ്സ മടക്കി ഒന്നിച്ച് കഴിക്കുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നടാ പോയി? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നതാ അമ്മയുടെ? എന്റെ ദൈവമേ, അങ്ങോട്ട് പോകുന്നത്. മെയിനായിട്ടേ ആ സോസേജിന്റെ ടേസ്റ്റ് ആണ് ഒരു ബാഡായിട്ട്. ചുമ്മാ സോസേജ് അരിഞ്ഞുമാരി ഇട്ടേക്കുന്ന കേട്ടോ. പക്ഷെ ചിക്കൻ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാ. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഫുള്ള് നമ്മള് ചിക്കന്റെ അല്ലേ പറഞ്ഞ പിസ്സ, പക്ഷെ സോസേജ് വാരിട്ടേക്കും. അതിൻ്റെതാ ഒരു ബാഡ്. പക്ഷെ നല്ല മടുക്കൂല കേട്ടോ. അത് ഫുള്ള് കഴിക്കും. നമ്മൾ നോർമൽ പിസ്സ ആണെങ്കിൽ അത്രയും കഴിക്കൂല. കാരണം വളരെ തിന്നാ. ഒരു പപ്പടത്തിന് അത്രേ ഉള്ളൂ. നീ ഇല്ല മുംബൈയിൽ നിന്ന് മറ്റേ മസാല പപ്പടം തിന്നാ കൊണ്ടായിരുന്നു. കറുമുറ കടിച്ചിരുന്നല്ലേ. പക്ഷെ 900 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വെറുതെ കളയാനും മനസ്സില്ല. അതുകൊണ്ട് കുത്തി ഇരുന്നിട്ടുണ്ട്. ഇച്ചിരി വണ്ണം വെച്ചാലും കുഴപ്പമില്ല. അപ്പോ അടുത്ത ഷോപ്പിലോട്ട് പോവാം. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് വൗ മോമോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡിനകത്ത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ 18 കൊല്ലമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിൽ പോവാണ് കേട്ടോ. വൗ മോമോ ഇന്ത്യൻ ബ്രാൻഡാണ് ഗൈസ്, അല്ലേ? അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. നമ്മളങ്ങനെ 2 ഫോറിൻ ബ്രാൻഡിന് ശേഷം ഒരു ഇന്ത്യൻ ബ്രാൻഡിലേക്ക്. വൗ മോമോ എത്ര പേര് കഴിച്ചിട്ടുണ്ട് താഴെ കമന്റ് ബിലോ ഗൈസ്. പക്ഷെ 18 കൊല്ലം മുമ്പുള്ള ഒരു ബ്രാൻഡ് അല്ലേ? 2008 കൊൽക്കത്തയിലാണ് ഇത് ആരംഭിക്കുന്നത് ആണല്ലേ. പക്ഷെ എന്തായാലും അവർക്ക് എത്ര ഔട്ട്ലെറ്റ്? 700 ഇപ്പം 780. ഈ ഒരു 18 മാസങ്ങൾക്കുള്ളിൽ അവർ 1000 തയ്ക്കും എന്നുള്ളൊരു പദ്ധതി ഇട്ടിരിക്കും പോലും. ഇത് വൗ മോമോ മാത്രല്ല, ഇവർക്ക് തന്നെ വൗ ചൈന, വൗ ചിക്കൻ അങ്ങനെ ഉണ്ടെന്ന്. ഇത് തുടങ്ങിയത് ആരൊക്കെയാണെന്നറിയോ? സാഗറും വിനോദും. സാഗറേ
അല്ല എന്നാലും നമുക്ക് അഭിമാനിക്കാമല്ലോ ഇന്ത്യൻ ബ്രാൻഡ് ഒരു ഫുഡ് ബ്രാൻഡ്, അതും ഇത്രയും 700-800 ഔട്ട്ലെറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ എറണാകുളത്തായാലും എല്ലാ മിക്ക സിറ്റികളിലും ഉണ്ട്. ഇന്ത്യയിലാണ് ട്രിവാൻഡ്രത്ത് 2-3 ഉണ്ടോ, ലുലു മാളിലും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയാം, പക്ഷെ കാണണം ലുലു മാൾ കാണണം. ഇന്ത്യക്ക് പുറത്തില്ല കേട്ടോ, ഇന്ത്യക്ക് പുറത്തില്ല, ഇന്ത്യക്ക് അകത്ത് മാത്രമാണ് 700 മാത്രമാണ് 780. ഓനെ അത് സെറ്റ്. അങ്ങനെ വൗ മോമോയിലെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും പ്രൈസ് കൂടിയ മോമോ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ടോപ്പിൽ നിൽക്കുന്നത് പിസ്സ ഹട്ട് തന്നെയാണ്. താന്നിട്ടുള്ള നമ്മള് റേറ്റിംഗ് കൊടുത്തതില് സബ്വേ. അപ്പൊ എന്തായാലും വൗമോ ലെറ്റ്സ് ഗോ. വെള്ളം കുച്ച വെള്ളം ചൂച്ചോ, വെള്ളം ചൂച്ചി. ഹലോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നിൽക്കുന്ന വണ്ടി അമ്പൂട്ടന്റെ ഫോണാ. നീ വിളിക്കൂടാ നിന്റെ ഗേൾഫ്രണ്ടിനെ, വിളിക്കൂടാ. അച്ഛൻ എന്തോ അടിയാ യവൻ അങ്ങനെ ലൈനൊക്കെ അടിച്ചിട്ട് ഞാൻ പൊക്കണോ ഇല്ല, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? യവ അപ്പഴേ ഇവ അപ്പഴേ പറയൂലേ, തള്ളേണ്ട ലൈൻ അടിച്ചല്ലേ കെട്ടിട്ട് എനിക്ക് കൊണ്ട് ലൈൻ അടിച്ചാ ഈ ഡയലോഗ് പഠിക്കും. അവൻ അടിക്കാമേ യവന് അങ്ങനെ എന്തെങ്കിലും പറയാം, നമുക്ക് കള്ളം പറയാൻ പറ്റുമോ? കാരണം എല്ലാ തെളിവും യൂട്യൂബിൽ കിടപ്പില്ലേ. ഇവ എടുത്ത് കാണിക്കുന്നതാണ് അച്ഛനും അമ്മയും ലവ് സ്റ്റോറി പറയുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നീ ഞെക്കണ്ട, അയ്യോ അവ അങ്ങനൊക്കെ പറയും. ഉടനെ പറയോ ചിരിക്കുന്ന കണ്ടില്ലേ? ഇപ്പഴേ വഴക്ക് പറയും നമ്മളെ. നമുക്കിനി മോമോ തിന്ന് വൗ എന്ന് പറയാം. അതെ, വൗ ആണോ അതോ അല്ലേ എന്ന് നമുക്ക് നോക്കാം. നോൺ വെജ് ആണ്. നോൺ വെജിന് വരുമ്പോൾ ചിക്കൻ ഡാർജിലിംഗ് മസാല, ചീസ് ഡിലൈറ്റ്, ചിക്കൻ മസാല മോമോ, സ്റ്റീം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ചിക്കൻ മസാല സ്റ്റീം മോമോസ് ആട്ടോ പറഞ്ഞേ. നമുക്ക് എല്ലാം കൂടി ആയത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വില കൂടിയ മോമോസ് അതായിരുന്നു കേട്ടോ. അപ്പം നമുക്കിവിടെ ആയത് 394 രൂപയാണ് ഗൈസ്. എല്ലായിടും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് റേറ്റ്. ഫാമിലി ഒക്കെ പോകുമ്പോ എനിക്ക് നമ്മളെ പിസ്സ ഹട്ടിൽ മാത്രം, അത് പിന്നെ പിസ്സ ആയതുകൊണ്ട് വലിയ പിസ്സ ആയിരുന്നു. പക്ഷെ എന്നാലും 900 രൂപ പിസ്സ ഇല്ലായിരുന്നു. നമ്മൾ ഈ ലുലുവിലൊക്കെ പിസ്സ വാങ്ങിയത് എത്ര രൂപയ്ക്കാ? പലയിടത്തും പല. ഡൊമിനോസ് ആണോ, എനിക്ക് ഡൊമിനോസ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഇത്ര റേറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ബില്ലടാ നമ്മുടെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ സ്റ്റീം ഇടാട്ടോ പറഞ്ഞ, ഫ്രൈഡും ഉണ്ട് സ്റ്റീമും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്, അതെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ട്രൈ ചെയ്യാൻ പോവാ ഗൈസ്. ഗൈസ് അപ്പോൾ ഇവിടെ മോമോസ് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ടേസ്റ്റ്. 5 പീസ് ഉണ്ട്, കൂടെ ഒരു ചട്നി, ഒരു ഡിപ്പുണ്ട് കേട്ടോ. മധുരമാണോ എരിയാണോ? അത് സെഷ്വാൻ ഡിപ്പ, ഗരിയ. നല്ല ആവി പറക്കുന്നില്ലേ? എനിക്കൊന്ന് ഓർഡർ കൊടുക്കുമ്പോഴേ എല്ലാവരും ഉണ്ടാക്കി തരുന്നേ. അതന്നെ, അല്ലാതെ ഇന്നലെ ഉണ്ടാക്കി വെക്കൂല. അയ്യന്റെ മോനെ, എന്റെ പൊന്നേ. ഡിപ്പി മുക്കി തന്നെ ഭയങ്കര ചൂടൊരു പക്ഷേ. അടിപൊളി. എനിക്ക് വന്ന മോമോസ് ഇഷ്ടമാണ്. നല്ല സ്പൈസി, നല്ല ഫ്ലേവർ, കിടില മോമോസ്. നോട്ടെ പാതി കടിച്ചതിന്റെ ബാക്കി ഫില്ലിങ്സ് നോട്ടെ. എന്തൊക്കെ ഇലയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല എരിയുണ്ട്. നോർത്ത് ഇന്ത്യൻ അല്ലേ? നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആണോ അതോ നോർമൽ ആണോ? മോമോസിന് അങ്ങനെ സത്യത്തിൽ മോമോസ് ടിബറ്റൻ ഫുഡാണ്. ടിബറ്റൻ ആണ്. അതെ, വെള്ളം എന്തെങ്കിലും പറയണം കേട്ടോ, ഇഡ്ഡലി എടുക്കുന്നു. വെള്ളം എടുത്തതുമില്ല. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടോ. പച്ച ചട്നി എടുത്തില്ലേ? അത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, ചൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു ഫില്ലിങ്സ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഇവിടുന്ന്. ഇക്കളിവിടുന്ന് നല്ല അത്രയ്ക്ക് എരിയുണ്ട്. ഈ ഡിപ്പ് എങ്ങനെ ഉണ്ടോ നോക്കാം. എരിയുണ്ട് ഗൈസ്. സാധനം നല്ല സെറ്റ് ടേസ്റ്റ്, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഭയങ്കര എരി, കാരണം ഇത് എരിയുള്ളതാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജോളോച്ച് പിരുന്ന പോലെ ടേസ്റ്റ് ഉണ്ട്. സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറായിരിക്കും, മസ്റ്റ് ട്രൈ. നമ്മളെ മോമോസ് ഹെൽത്തി ആണല്ലേ, സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട്
നമ്മള് ഈ 5 എണ്ണം ടോപ്പ് ബ്രാൻഡ് വേൾഡിൽ എടുത്തെങ്കിലും ഒരെണ്ണം നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് എടുത്തത് വൗ മോം. വൗ ആയിരുന്നു എന്ന് ചോദിച്ചാൽ വൗ ആയിരുന്നു, പക്ഷെ എരി കാരണം വൗ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ടേസ്റ്റ് വൈസ് വൗ ആയിരുന്നു. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഓപ്പൺലി പറയണമല്ലോ 300 സംതിങ്ങിന് 5 പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ റേറ്റ് ഇച്ചിരി ഹൈ ആയിട്ട് തോന്നി, പക്ഷെ ടേസ്റ്റ് വൈസ് ഗുഡാണ്. അപ്പോൾ എങ്ങനെ പോലും നമുക്കൊരു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടൊരു 5. അതെ 10-5. പക്ഷേ ഞാൻ ഇപ്പോഴും ടേസ്റ്റ് വൈസ് പക്കയാണ്. പക്ഷെ സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒട്ടും കഴിക്കാൻ പറ്റും. ഒരു അത്യാവശ്യം നല്ല സ്പൈസ് ആണ്. നമ്മളില്ല കൊറിയൻ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന മറ്റേ ചലഞ്ചിനൊക്കെ കഴിക്കുന്ന ആ ഒരു വണ്ടി ഇട്ടോടി. അതാ ഏറ്റവും നടന്നു പോകുന്ന വണ്ടി അവിടെ കണ്ട. അപ്പം വൗ മോമോയിന് 10-5. ഇനി അടുത്തത് പോകുന്നു കോസ്റ്റ കോഫി. എടേ കോസ്റ്റ കോഫി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനെക്കാട്ടി നമ്മുടെ പിന്നെ സ്റ്റാർബക്സിനെക്കാട്ടി റേറ്റ് കൂടുതലാണ്. നമ്മൾ എന്നോ ഒരു ദിവസം കയറി കുടിച്ചു ഭയങ്കര റേറ്റ്. അവിടുത്തെ വേറൊരു റിച്ച് കോഫിയാണ് അവിടെ. മെയിൻ ആയിട്ട് കോസ്റ്റ കോഫിക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെ മറ്റേടത്ത് അങ്ങനല്ല. സ്റ്റാർബക്സിൽ വേറെ ഐറ്റംസും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. നമ്മൾ അന്ന് പോയപ്പോൾ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോസ്റ്റ കോഫി പ്യൂർ ഓഫ് കോഫി, പ്രീമിയം കോഫി. അപ്പം കോസ്റ്റ കോഫി ബ്രിട്ടീഷിലെ റെഡി. അതിന്റെ ഫൗണ്ടറി ഒരു ബ്രിട്ടീഷ് കമ്പനിയാണിത്. ലണ്ടനിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് 1971. അവിടുന്ന് വരുന്ന കേട്ടോ. നമ്മൾ അമ്മ അടിച്ചോടിച്ചു വിട്ടു. അവിടുന്ന് വന്ന വീണ്ടും നമ്മൾ ഇന്ത്യയിൽ കട. 2 സഹോദരന്മാരെ. വീണ്ടും ബ്രദേഴ്സ്. അപ്പൊ അവരുടെ കോസ്റ്റ ഫാമിലിയാണ്. ഈ കോസ്റ്റ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പേരാണ്, കുടുംബപ്പേര്. നമ്മളിവിടുത്തെ ചക്കത്ത് വിള, പ്ലാവും വിള എന്നൊക്കെ പറയുന്ന അവിടെ റിച്ച് പേര് കോസ്റ്റ. ബൈ ദ ബൈ ഇപ്പൊ അവന്മാരെ കയ്യുന്നത് പോയട്ടോ അഹങ്കാരം. അവന്മാർ ഇപ്പൊ അത് കൊക്കക്കോള വാങ്ങി. എത്ര പേർക്ക് അറിയാം കോസ്റ്റ കോഫി കൊക്കക്കോളയുടെ ആണെന്ന്? അതായത് 5.1 ബില്യൺ ഡോളറിനാണ് അത് കൊക്കക്കോള വാങ്ങി. ഇപ്പൊ കൊക്കക്കോളയാണ് നടത്തുന്നത്. ഇന്ത്യയിൽ അതൊരു 2005 ആയപ്പോ വന്ന്. പക്ഷെ ഇന്ത്യയിൽ അതിന്റെ ഫ്രാഞ്ചൈസി നടത്തുന്നത് ദേവ്യാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു. നിങ്ങൾക്ക് അതിന്റെ കാര്യം അറിയാം. ഇതിന്റെ മിഷനറീസിനൊക്കെ ഭയങ്കര എമൗണ്ട് ആണ്. നമ്മൾ അന്ന് ചോദിച്ചപ്പം ഈ കോസ്റ്റ കോഫി ഉണ്ടാക്കുന്ന മിഷനറി ഉണ്ട്, അതിന് 7 ലക്ഷം രൂപയാണ്. ആ ഒരു നിങ്ങൾ ആലോചിച്ച് ഒരു കോഫി ഉണ്ടാക്കുന്ന ഒരു മെഷീന്റെ വില. നമ്മുടെ എയർ ഫ്രയർ 3,000 രൂപയ്ക്ക് വാങ്ങുന്ന കണക്ക് ഒരു അപ്പൊ ആ കോഫിക്ക് അത്രയും റിച്ച് ടേസ്റ്റ് ആയിരിക്കും. കോഫിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അവര് കാപ്പിക്കുരു ഉണ്ടോ വിറ്റോണ്ടിരുന്നത്. ഇങ്ങനെ എല്ലാ ഷോപ്പിലും കൊണ്ടുപോയി കാപ്പിക്കുരു വിറ്റോണ്ടിരുന്നവര് പിന്നെ അങ്ങ് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങി 1978. എനിവേ എല്ലാം ഓരോ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ലൈക്ക് സബ്വേയുടെ ആണെങ്കിൽ പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ എളുപ്പമുണ്ട്. അവര് എന്തുമാത്രം എഫോർട്ട് എടുത്ത്. പക്ഷെ എങ്ങനെ വിൽക്കാൻ തോന്നി കാണും അല്ലേ. 5 ബില്യൺ കിട്ടിയ പുളിക്കോ. എന്നാലും അതിന്റെ ഇരട്ടി ഉണ്ടാക്കിയിട്ടാണ് കൊക്കക്കോള പിന്നെ അത്രയും വലിയ അവര് വാങ്ങി. ഞാനും അതൊരു പുതിയ അറിവായിരുന്നു. കൊക്കക്കോളയുടെ കയ്യിലാണ് കോസ്റ്റ കോഫി. ഇതെങ്ങനെ പോയാലും ഞാൻ പറയട്ടെ പിസാഡിനെ വെട്ടിക്കും. റേറ്റില് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി അത് സത്യം കേട്ടോ. ഇനി കോസ്റ്റ് അടിക്കും. കോഫി മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ. സ്നാക്സും ഉണ്ടോ നോക്കാം. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ്. മെയിൻ കോസ്റ്റ കോഫിയുടെ കോഫി ആണല്ലോ മെയിൻ. സ്നാക്സ് ഏറ്റവും ബ്രാൻഡ് കോഫി ആണല്ലോ. അപ്പൊ അവിടുത്തെ കോഫി നോക്കാം. ലെറ്റ്സ് ഗോ. അതിപ്പം കോസ്റ്റ കോഫി നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ലുലു മാളിലെന്നാണ് മൃദുല പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല. അവിടെ കണ്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക്. നേരെ കോസ്റ്റ കോഫി. ഒക്കെ തിരുത്തിയോ? എന്തൊരു ആശ്വാസം അറിയോ. അവനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും എടുക്കില്ല. അപ്പം നേരെ കോസ്റ്റ കോഫി പോവാം. ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തത് കയറാൻ വേണ്ടി പോകുന്നു. കോസ്റ്റ കോഫി. എൻട്രൻസ് ഒക്കെ നോക്ക്, അടിപൊളിയായിട്ടില്ലേ. ഇവിടെ ഫ്രണ്ടിലും ഡൈനിങ് ഉണ്ട്, അകത്തും ഡൈനിങ് ഉണ്ട്. നമുക്ക് എവിടെ വേണേലും ഇരിക്കാം. ഇവിടെ ഉള്ളതിലെ ഏറ്റവും പ്രീമിയം കോഫി, അതായത് വില കൂടിയ കോഫി ഇതാണോ? കാരമൽ നട്ട് ക്രാക്കർ ഹോട്ട് ലാറ്റെ അല്ലേ? കാരമൽ നട്ട് ക്രാക്കർ ഹോട്ട് ലാറ്റെ അതാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രീമിയം. ഓക്കെ, അപ്പോൾ അത് ഒരെണ്ണം എടുത്തോ. ഹോട്ട് ചോക്ലേറ്റ് ആകുമ്പം കുറച്ച് സ്വീറ്റ് ആയിരിക്കും അല്ലേ? ഹോട്ട് ചോക്ലേറ്റ് അല്ലേ കുറച്ചും കൂടി ടേസ്റ്റ് വൈസ് ഏതായിരിക്കും ബെറ്റർ? രണ്ടും ഓക്കെ ആണല്ലേ? അപ്പോൾ ചോക്ലേറ്റ് വേണ്ട, ലാറ്റെ എടുത്തോ. റെഗുലർ അല്ല, മീഡിയം അല്ലേ വലുത്? മീഡിയം. ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ഇപ്പം ചെയ്യണോ? കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരു കോഫി മതിയേ. പക്ഷെ ഞാൻ പ്രതീക്ഷ അത്രയും പ്രൈസ് വന്നില്ല. അയ്യോ, അതെ, നമ്മൾ അന്ന് കുടിച്ചപ്പോൾ നല്ല പ്രൈസ് ആയിട്ട് തോന്നി. ഇപ്പം 389 രൂപ.
ടോപ്പ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടിയ കോഫി. 500 കുടിച്ചേ. പക്ഷെ അന്ന് നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നല്ലോ. സ്നാക്സ് 500. എനിക്കിപ്പോഴും ലെമൺ കേക്കിന്റെ ഒരു പീസിന് 540 രൂപ. ഇവിടുത്തെ കോഫി മാത്രം 389 രൂപയുള്ളൂ. ഞാൻ പേര് ഭയങ്കര ഒരുമാതിരി പേറ്റ് വരുമ്പോ ഞാൻ വായിക്കാം. ഓക്കെ, അത് മാത്രം വാങ്ങിച്ചു. അതാണ് ഞാൻ പറഞ്ഞ മെഷീൻ, 7 ലക്ഷം രൂപയുടെ മെഷീൻ. നമ്മൾ ആൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച ഐറ്റം അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. അവിടെ അതാണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. കാരമലാണോ? ഓ അതല്ല, ഇത് സോറി, ഇത് കാരമൽ നട്ട് ക്രാക്കർ ഹോട്ട് ലാറ്റെ. കാരമലും ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാരമലോ എന്ന് പറഞ്ഞു. രണ്ടും മധുരം. ലെറ്റ്സ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പക്ഷേ ഇപ്പോഴും ടോപ്പ് പിസ്സ തന്നെ അടേ. ടാക്സ് ഉൾപ്പെടെ എത്രയാവും നമുക്ക് ലാസ്റ്റ് ബില്ല് കാണിക്കാം കേട്ടോ. സ്നാക്സ് ഒന്നും നമ്മൾ പറയുന്നില്ല. സ്നാക്സ് ഒന്നും പറഞ്ഞ ജസ്റ്റ് കോഫി മാത്രം. ലെറ്റ്സ് ട്രൈ ഇറ്റ്. പെയിന്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട്, ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ട്. കോഫി വരച്ചു കൊടുക്കുന്നു. കോഫി ഹലോ, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനെ മൈൻഡ് ചെയ്യുന്നു. എവിടെ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സ്നഗ്ഗിറ്റ് അമ്പോ ബില്ല്, ഇതിന്റെ ബില്ലൂടെ ചേർക്കുന്നു. അച്ഛന്റെ തേങ്ങ. അപ്പൊ നമ്മുടെ കാരമൽ നട്ട് ക്രാക്കർ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ടേസ്റ്റ്. ഇത് കോഫി തന്നെയാണോ അതോ ഐസ്ക്രീം? അതാ ഞാനും ആലോചിക്കുന്ന കേട്ടോ. നോക്ക്. അയ്യോ, മേലെന്ത് ടൊമാറ്റോ സോസ് ഒഴിച്ചേക്കുന്നു. കോഫി ഇത്രേ കണ്ടേ ഉള്ളൂ. മൊത്തം ഐസ്ക്രീം കേട്ടോ. നല്ല മധുരമായിരിക്കും സാധനം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ലേ, മിക്സ് ചെയ്യണമായിരിക്കും. ടേസ്റ്റ് ചെയ്തേ. മധുരോ? അങ്ങനെ ഓവർ മധുരം ഇല്ല. നൈസ് ഇത് ആയിട്ട്. ഫ്രഷ് ക്രീം ആണോ ഈ ടോപ്പിൽ കിടക്കുന്നത്? ക്രീമാ. ഇത് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഇത് മാത്രം കഴിച്ച ടേസ്റ്റ് ഇല്ല. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഇതെല്ലാം കൂടിയിട്ട് മിക്സ് വെല്ല്. അതെ, ഇതിന്റെ അടിയിൽ മിക്സ് ചെയ്യാണ്ട്. അടിയിൽ മിക്സ് ചെയ്താലേ കോഫി എടുത്തോളുന്നു. അതിന് ഇത്രയും വലിയ സ്പൂൺ തന്നേക്കുന്നു. അടി വരെ. ലുക്ക് അറ്റ് ദാറ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ജാറ് കണക്കുണ്ട്. ഇപ്പോഴാണ് ആ മധുരം അങ്ങോട്ട് വന്നത്. ഇപ്പൊ നല്ല മധുരം ഉണ്ടല്ലേ? ഗണപതിക്ക് കൊടുക്കട്ടെ. ഗണപതിക്ക് അമ്പൂന് ഇഷ്ടപ്പെടും. സാധനം ഹെവിയാ കേട്ടോ. നല്ല ഹെവിയാ. നല്ല മധുരം ഉണ്ടല്ലേ? നമ്മളെ മധുരം കുടിക്കാഞ്ഞിട്ടേ മധുരം കുടിച്ചപ്പോ ഭയങ്കര ഒരു ഇല്ലേ. പക്ഷെ അവരുടെ അടുത്ത് ബെസ്റ്റ് സെല്ലിങ് ഏതാണെന്ന് ചോദിക്കാണ് വരുന്നില്ല. ഇത് അവരുടെ ഏറ്റവും പ്രൈസ് കൂടിയതായതുകൊണ്ടായിരിക്കാം മേ ബി ഇത്രയും ക്വാണ്ടിറ്റിയും ഇത്രയും മധുരം ഒക്കെ. അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലിങ് സാധനം. മറ്റേ കഴിഞ്ഞ ചലഞ്ചിൽ എനിക്ക് സ്റ്റാർബക്സിൽ നിന്ന് കുടിച്ച കോഫി ആട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടെ. അത് കുറച്ചും കൂടി ഒരു ഇത്രയും മധുരം ഇല്ലായിരുന്നു. കുറച്ചും കൂടി കോഫിയുടെ ഒരു റിച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഇതൊരു ഭയങ്കര ക്വാണ്ടിറ്റി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർബക്സിൻ്റെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇതും കൊള്ളാം. നല്ല രസമുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുറച്ച് മധുരം പിന്നെ മധുരം പിന്നെ കാണുമല്ലോ. കോസ്റ്റ കോഫിക്ക് എത്ര മാർക്ക് ഇടുന്നു? ഔട്ട് ഓഫ് 10 ഒരു 6 കൊടുക്കാം അല്ലേ? 6 കൊടുക്കാം. 6 അല്ലേ? ആ പ്രൈസിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു തൃപ്തിയില്ല. ഞാൻ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചുമ്പോൾ കളയണ്ടെന്ന് വെച്ചിട്ട് മൊത്തം ഇരുന്ന് കുടിച്ച്. പക്ഷെ ഭയങ്കര മധുരം. ഇതിൽ മധുരം നിന്നിട്ട് നമുക്കൊരു മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇഷ്ടപ്പെടും. പക്ഷേ ഇതോ നമ്മുടെ ഇതുണ്ട് കേട്ടോ അവിടെ സ്റ്റാർബക്സ് ഉണ്ട്. മധുരം കറക്റ്റ് സ്റ്റാൻഡേർഡിൽ വരുന്നു. ഇത് ഇച്ചിരി എക്സ്ട്രാ ആയി. പക്ഷെ നമ്മൾ അന്ന് എറണാകുളം നിന്ന് കുടിച്ചത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ഇല്ലേ? ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത അവസാനമായി വന്ന് നിൽക്കുന്നത് ലുക്ക് അറ്റ് ദാറ്റ് ഗായ്സ്. അപ്പോൾ ഇതാണ് വേൾഡിലെ നമ്പർ 1 ഇല്ലേ? വേൾഡിലെ നമ്പർ 1 റെസ്റ്റോറന്റ് കമ്പനി.
പുറത്ത് കൺട്രീസ് ഉണ്ട്, 40,000 പുറത്ത് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മേ ബി ഇത് എവരുടെ ആയിരിക്കും. ഇത് എനിക്ക് കാണുമ്പോൾ പണ്ട് ലുലുമാളിൽ നമ്മൾക്ക് എറണാകുളത്തൊക്കെ ഇതിന് ഇവിടുന്ന് ഫോട്ടോ മസ്റ്റ് ആണ്. അപ്പോ അതെ ഇതാണ് സംഭവം. നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മൾ അവസാനമായിട്ട് നമ്മളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുകൊണ്ട് കഴിയുമ്പോൾ 5 ബ്രാൻഡ് നമുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ തുടങ്ങുമല്ലേ? പോവാം. അമ്പൂന് ഡ്രസ് മാറിയില്ലേ? ഡ്രസ്സൊക്കെ മാറി, ഞങ്ങള് കുളിച്ച് ചരിത്രം പറ. 1940 2 സഹോദരന്മാര്. ഇതും ബ്രദേഴ്സ്. ചാർജ് മക്ഡൊണാൾഡും മൗറിസ് മക്ഡൊണാൾഡും എന്ന് പറയുന്ന 2 പേര് ചേർന്ന് തുടങ്ങിയതാ. ആദ്യമായിട്ട് അവര് തുടങ്ങുന്നതേ ജസ്റ്റ് ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു, ബാർബിക്യൂന്റെ. ഇവിടെ പിന്നെ എല്ലാം ഉണ്ടല്ലോ അല്ലേ, ബർഗർ സാധനങ്ങളെല്ലാം ഇല്ലേ? ഇവിടെ എല്ലാം ഉണ്ടെന്ന്, ഫ്രൈഡ് ചിക്കൻ, ബർഗേഴ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇവരുടെ മെയിൻ എന്നാണ് ഞാൻ കണ്ടത്. ആണല്ലേ? എന്താ നമ്മള് ചലഞ്ച് ചെയ്ത് നൈറ്റ് ആയി. ആരെ നോക്കുന്നേ? അയ്യേ, നമുക്ക് തിന്നാം. അപ്പൊ ഗൈസ് കഴിക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. ബർഗേഴ്സ് വേണ്ട. എടാ ഇവിടെ ഉള്ളതിൽ നമ്മൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഓർഡർ ചെയ്യണ്ട. ഏതാണ് നോക്കേണ്ടത് അറിയില്ല. ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബർഗർ ഉണ്ട്. പക്ഷെ അത് അവരോട് ചോദിക്കണം. അപ്പൊ ആണല്ലേ? അവരോട് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഇതിങ്ങനെ നോക്കി അറിയത്തില്ലല്ലോ. അമ്മ അവരോട് ചോദിക്കാം. തിരക്കാണ് ചുമ്മാ അല്ല, ഇവിടെ ഭയങ്കര തിരക്കല്ലേ. അവിടെ കഫേയും ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെ പർട്ടിക്കുലർ ഫുഡ് ഏതാണ് എക്സ്പെൻസീവ് എന്ന് നോക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതുവരെ കയറിയെടുത്ത് ചിലടത്ത് മോമോസ് ആയിരുന്നു, പിസ്സ മാത്രമുള്ളായിരുന്നു. ഇതിവിടെ എല്ലാം ഉണ്ട്. ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ബർഗർ ഉണ്ട്, പിന്നെ കഫേ ഐറ്റംസ് ഉണ്ട്, കുറെ മിൽക്ക് ഷേക്കുകൾ എല്ലാം ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഫ്രഞ്ച് ഫ്രൈസും ചോദ്യം, ബർഗറും ചോദ്യം. അല്ല ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മെനു ഏതാണെന്ന് ചോദിക്കാം. അപ്പം കറക്റ്റ് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏതായിരുന്നു മീൽ? ഏതാ? ബിഗ് യമ്മി ചിക്കൻ മീൽ. ഓക്കെ, അത് നമുക്ക് 1000+ അതോ 800 വരും? ഓക്കെ, അപ്പോൾ അതെടുത്തു. അപ്പോൾ ഇവിടുത്തെ ബിഗ് യമ്മി ചീസ് ബർഗറിൻ്റെ മീൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ചിക്കൻ. അതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ്. ഡിന്നർ ഇച്ചിരി ലാവിഷ് ആയിക്കോട്ടെ. അതെ. ഡ്രിങ്ക് ഏതൊക്കെ ഉള്ള? ഈ ഡയറ്റ് കോക്ക് അങ്ങനത്തെ പരിപാടിയില്ലല്ലോ. ഡയറ്റ് കോക്ക് എടുത്തോ? 2 ഡയറ്റ് കോക്ക് ക്യാൻ മതി. ഇതിന്റെ 2 ബർഗർ അല്ലേ കാണുന്നത്? 2 ബർഗർ, ലാർജ് ഫ്രൈസ്, 2 സീറോ ക്യാൻ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചീസ് വേണ്ട, കസ്റ്റം ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും? എനിക്ക് ഒരെണ്ണത്ത് ചീസ് വേണ്ട, വിത്തൗട്ട് ചീസ് മതി. അങ്ങനെ നമ്മളെ മീല് നമ്മൾ പറഞ്ഞു 806 രൂപ. അത്രയും രൂപയുടെയാണ് ഇവിടുത്തെ ടോപ്പ് മീല്. അപ്പൊ പിസ്സ ഹട്ടിലാണ് 1000 രൂപയുടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ അത്രയും റേറ്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ, ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പക്ഷെ KFC പോകുവാണെങ്കിൽ അവിടെ 1600 മീലുണ്ട്. ഇവിടെ അത്രയും വലിയ മീലുകളില്ല. അങ്ങനെ മീനായിട്ടില്ല. അപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പം 806 നമുക്ക് ചിക്കൻ, ഫ്രൈഡ് ചിക്കനൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഒരു മീലായിട്ട് വരുന്നതിൽ നമ്മൾ അതാണല്ലോ നോക്കേണ്ടത്. അപ്പം മീലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 804 മക്ഡൊണാൾഡ്സിൽ ടോപ്പ് വരുന്നത് 806 ഗൈസ്. അപ്പം നമുക്ക് ടേസ്റ്റ് വൈസും കൂടി നോക്കാം. എനിക്ക് ആംബിയൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? അതുമല്ല ഫുൾ ആളുമാണ്. നമ്മൾ പോയാൽ ഏറ്റവും കൂടുതൽ ആളുള്ളത് ഇവിടെ ആയിരുന്നു അല്ലേ? ഇവർക്കല്ലേ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റ് ഉള്ളത്? 40,000 ഔട്ട്ലെറ്റ് ഉണ്ട് വേൾഡ് വൈഡ്. അഫോർഡബിൾ ആണ്, പിന്നെ കുഴപ്പമില്ല. താങ്ക് യു. ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇവരുടെ ടോപ്പ് എന്നല്ലേ പറയുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാതെ തന്നെ ഫസ്റ്റ് ഗണപതിക്ക് കൊടുക്കും, ഇപ്പൊ തുടങ്ങാൻ. ശരി കേട്ടോ, അവരെ ഫ്രഞ്ച് ഫ്രൈസ് വേറൊരു ടേസ്റ്റ്. എന്നാ അധികം ഓയിലും ഇല്ല. ഈ എം ആണല്ലേ ഇവരുടെ ചിഹ്നം. അടിപൊളി. ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി. ഇത് 2 ബർഗറാണ് ഈ മീല് വരുന്നത്.
നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, ബിഗ് ആണല്ലേ. അത് ഫ്രൈഡ് ചിക്കനും പാറ്റിയും ഉണ്ട്. ഓക്കെ, ചൂട് ചൂടല്ലേ. അടിപൊളി, സൂപ്പർ അല്ലേ, ഇഷ്ടപ്പെട്ടു. ബർഗർ ബ്രെഡും ഫ്രൈഡ് ചിക്കൻ നല്ല ക്രിസ്പി, എന്ത് പറയുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ലേ, നല്ല ഫ്രൈസ്. ബർഗർ ഇവിടെ കടിക്കാൻ നല്ല ചിക്കൻ കിട്ടും. ഓക്കെ, നല്ല ഹെവി ആട്ടോ, ഒരെണ്ണം തന്നെ നല്ല സൈസ് ഉണ്ട്. ഇനി വീഡിയോ കാണുമ്പോ അത്രയും തോന്നുന്നില്ല. നല്ല ചൂടുണ്ട് മൃദുലേ, എനിക്ക് ഞാനും പെട്ടതാട്ടോ. ഇച്ചിരി ചൂട് കഴിഞ്ഞിട്ട് കഴിക്കാവും, നല്ല ടേസ്റ്റ് നമുക്ക് നല്ലോണം കിട്ടത്തുള്ളൂ. അല്ല ഇപ്പൊ ഇച്ചിരി അറിയാൻ തോന്നുന്നു. ഇനി ചീസ് ഇല്ല കേട്ടോ, ചീസ് ഇല്ലാതെ നല്ലത്. എനിക്ക് ചീസ് ഇഷ്ടമല്ല. അടിപൊളിയായി. ഇവിടുത്തെ ബർഗറാട്ടോ സൂപ്പർ. ഞാൻ ഇവിടുന്ന് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടില്ല, നമുക്ക് ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2 പീസ് വാങ്ങിച്ചു നോക്കാം. കാരണം ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ ഫ്രൈഡ് ചിക്കൻ. അതാകുമ്പോൾ മീൻ കംപ്ലീറ്റ് ആവും, ഇവിടുത്തെ എല്ലാം ഉണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലെ എന്തൊക്കെയാണെന്ന് അറിയോ, ചിക്കന് സോസേജും 2 ബണ്ണും കൂടി വരുന്നുണ്ട്. വാ തുറന്ന് കഴിക്കണം. ഭയങ്കര ഹെവി, പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളി. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹെവിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കാരണം ഓവർ ചീസില്ല, അതുമല്ല ബണ്ണിന് വലിയ കട്ടിയില്ല. നമുക്ക് ഓരോ ബൈറ്റിലും കറക്റ്റ് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. കൊള്ളാം. ഇവിടുത്തെ ബർഗർ തന്നെ കേട്ടോ സൂപ്പർ. നമ്മൾ ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ട്രൈ നോക്കാൻ കേട്ടോ. അതുകൂടെ വരുമ്പോൾ കോസ്റ്റ് മാറും. വീട്ടിൽ സാധനം ഓടാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് തിന്ന കലോറിയൊക്കെ ഇനി ഒരാഴ്ച എടുക്കും ബേൺ ചെയ്യാം. സത്യമല്ലേ, തിന്നാൻ എന്ത് എളുപ്പമോ, ബേൺ ചെയ്യാൻ എന്തോ പാടാ. ഇന്നാണ് ഞാൻ ഒരു 200 കലോറി ബേൺ ചെയ്തപ്പോൾ ഏതാണ്ട് 1/4 മണിക്കൂർ എടുത്തു. അതും 10-ലിട്ട് ഓടിയപ്പം. എനിക്ക് ഒരു ബർഗർ തിന്നാൽ മതി, 200 കലോറി പുറത്തായി. പിന്നെ എളുപ്പമാ, അത് ബേൺ ചെയ്യാനാ പാട്. ആ ബോധത്തോടെ തിന്നുന്നത്, അത് കുഴപ്പമില്ല. എല്ലാം അറിയാം, പക്ഷെ തിന്നും. പിന്നെ നമ്മളിതൊരു ചലഞ്ചിന് ഭാഗമല്ലേ, ഒരിക്കലും ജങ്ക് ഫുഡ് ഇങ്ങനെ നമ്മുടെ മന്ത്ലി ഒരു വീക്ക്ലി റെക്കമെൻഡഡ് അല്ല. ഒരു മന്ത്ലിയൊക്കെ നമുക്കൊരു കഴിക്കാൻ തോന്നുമ്പം രണ്ട് വട്ടോ മാക്സിമം. പിന്നെ നമ്മൾ മാക്സിമം വീട്ടിൽ നിന്നുള്ള ഫുഡാണ്. ഇങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന്. ചൂട് ഭയങ്കരമായിരുന്നു, ഞാൻ പിച്ച് പാതിയാക്കി. എന്നാലും ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂടുണ്ട്, ഇപ്പൊ തന്നെ വറുത്തോണ്ട് വന്നുകൊണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളിയാണോ? നല്ല സോഫ്റ്റ്. അടിപൊളി, സൂപ്പർ അടി. സൂപ്പർ അല്ലേ, എല്ലാം സൂപ്പർ അല്ലേ. അതുകൊണ്ട് തിരക്കുണ്ട് നല്ല. ചുമ്മാതാണ് അവർ ഔട്ട്ലെറ്റ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ വരും, ഒരു വട്ടം വന്നവർ വീണ്ടും വരും. ബർഗർ മാത്രമല്ല, ഫ്രൈഡ് 3 ചിക്കൻ പീസ് ഉണ്ട്. നമ്മൾ ചെറിയ പീസ് വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. കൊള്ളാം. അപ്പൊ ഗൈസ്, സബ്വേയും ഇതും 10 of 10 എന്ത് പറയുന്നില്ലേ. എനിക്ക് ഇവിടുന്ന് കഴിച്ച എല്ലാം ഇഷ്ടപ്പെട്ടു, അങ്ങനൊന്നുമില്ല. അവസ്ഥ അവനവിടെ കളിക്കുന്നു. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ടോപ്പ് 10 ഒക്കെ എടുത്തെങ്കിൽ തീർന്ന് നമ്മളൊരു 5 എടുത്തോണ്ട് പിന്നെയും കുഴപ്പമില്ല. അമ്പൂട്ടന്റെ വന്ന് കളിപ്പാട്ടമൊക്കെ നിരത്തി ഇവിടെ കളി തുടങ്ങി കേട്ടോ. ബൈ ദ വൈ, ഇതിൽ ആരാണ് ഏറ്റവും അടിപൊളി ഈ 5 ടോപ്പ് ബ്രാൻഡ് എടുത്തതിൽ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ 10 to 10 കിട്ടിയിരിക്കുന്നത് നമ്മുടെ
സബ്വേയും മക്ഡൊണാൾഡ്സ് എത്രയായാലും MC ഡൊണാൾഡ് എനിക്ക് വരുന്നത് മക്ഡൊണാൾഡ്സും ആണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് 10 out of 10 കിട്ടിയിരിക്കുന്നത്. അതില് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കും അവർക്കും ഫേവറേറ്റ് തോന്നിയത് സബ്വേ ആണ്. സബ്വേയുടെ അത്യാവശ്യം നല്ല ടേസ്റ്റ്. പിന്നെ ഇതെല്ലാം ഡിഫറെൻറ്റ് ഫുഡാണ്, നമുക്ക് അങ്ങനെ ഓരോന്നും അടിപൊളിയെന്ന് പറയാം. പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് നമ്മുടെ ഓരോ ഫേവറേറ്റ് അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്വേയിലെ സാൻഡ്വിച്ചാണ്. സോ അപ്പം ഇതൊരു കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ സബ്വേ, മക്ഡൊണാൾഡ്, മോമോ, വൗ മോമോ, 4 കോസ്റ്റ കോഫി, 5ാമത്തത് പിസ്സ ഹട്ട്. പിസ്സ ഹട്ടിൽ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. പക്ഷെ നമുക്ക് കിട്ടിയ പർട്ടിക്കുലർ സാധനം അതത്ര പോരായിരുന്നു. അത് എനിക്കൊന്നും ഒരു പുതിയ സിഗ്നേച്ചർ ഐറ്റം വല്ലതും ആയിരിക്കാം. മേ ബി നേരത്തെ നോർമൽ പിസ്സ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ ഈ തിക്നെസ് കുറവാണ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്തോ ആ സോസേജിന്റെ ഒരു സംഭവം അത് മാത്രമേ ഉള്ളൂ മേ ബി. അപ്പം ഇതൊരു ജസ്റ്റ് ഫോർ എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര വിലയുടെ അനുസരിച്ചുള്ള സാധനങ്ങൾ എവിടെ എവിടെ കൊണ്ടുവന്ന്. ഒരു ട്രിപ്പ് പോവാണെങ്കിൽ പെട്ടെന്ന് എന്ത് കഴിക്കും, അടുത്ത് അവിടെ കയറി സബ്വേ കയറി സാൻഡ്വിച്ച് കഴിക്കാം. ഇന്ന സാൻഡ്വിച്ച് അതിന് എത്ര പ്രൈസ് ആവും, ടോപ്പാണ്. അപ്പൊ അതിൽ വേണമെങ്കിൽ അതിൽ കുറച്ച് സാൻഡ്വിച്ച് അവിടെ കിട്ടും. അപ്പൊ അവിടോട്ട് കയറാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലേ? അതെ, കിട്ടിയില്ലേ? സോ അപ്പം എന്തായാലും ഇങ്ങനെയുള്ള വെറൈറ്റി കണ്ടന്റ്സ് ആയിട്ട് ഇനിയും വരാം. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ, ഫാസ്റ്റ് ഫുഡ് നല്ലതല്ല, ശരീരത്തിൽ നമ്മളൊരു ചലഞ്ച് ആയതുകൊണ്ട് ചെയ്തു. ഇപ്പം ഈ സമയം നമ്മളൊരു കഞ്ഞിയും പയറോ കുടിച്ചെങ്കിൽ നമുക്ക് എനർജി ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ക്ഷീണമില്ലേ, ആ ഒരു ബോഡിക്ക് ആ ഒരു ക്ഷീണം ഉണ്ട്. അതെ അതെ അതെ. അപ്പം ഇത് ചലഞ്ചിന് ചെയ്താണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇതുപോലുള്ള ഏത് ബ്രാൻഡിൻ്റെ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്കത് ചെയ്യാം. സോ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അമ്പോ പോവല്ലേ, നമ്മൾ പോവല്ലേ, ഉടങ്ങാൻ പോവല്ലേ. അമ്പു ഇന്ന് കുറച്ച് സഹകരിച്ചു, കുറച്ച് കുറുമ്പ് കാണിച്ചു, കുഞ്ഞല്ലേ. പക്ഷെ ഞങ്ങള് സഹകരിച്ചു, ഞങ്ങളും ഉണ്ടായിരുന്നു ചലഞ്ചില്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള റെഡിയാണ്. ബൈ. ഒന്നൂടെ പല്ല് വന്നില്ല, മോണ എന്തി വരുന്നു. എടി ആ 2 ബ്രദേഴ്സിന്റെ പേരെന്തു വരുന്നടി? ഡോണും ഫ്രാങ്കും. ഡോണും ഫ്രാങ്കും മറന്നല്ലേ? ഞാൻ മറന്നു. പരീക്ഷയ്ക്ക് പഠിച്ചോണ്ട് പോകുന്നേ. അതെ, ഡോണും ഫ്രാങ്കും പഠിച്ചു വെച്ചായിരുന്നു, മറന്നുപോയി. എത്ര ഡോളർ എടുത്ത്? എത്ര ഡോളർ? $600. ഏതാ വർഷം? 1969. 1958.